നമസ്കാരം. PSC സെൽഫ് സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ക്ലാസ് ആരംഭിക്കുകയാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ്, LGS മുതലായ പരീക്ഷകൾക്ക് ഒന്നിച്ചു പഠിച്ചുകൊണ്ട് 100 ദിവസത്തെ പ്രിപ്പറേഷനിലൂടെ ഉന്നത റാങ്കിലെത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റിവിഷൻ ക്ലാസ്സുകൾക്കും ദിവസേനയുള്ള എക്സാമിനും വേണ്ടിയിട്ട് നിങ്ങൾ ടെലിഗ്രാം ചാനലിലും കൂടെ മെമ്പർ ആവുക. അപ്പോൾ അതിലായിരിക്കും നമ്മുടെ എക്സാമും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഈ 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ടോപ്പ് റാങ്കിൽ ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ എത്താൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ക്ലാസ് ഒന്ന് മുഴുവനായിട്ടും കേൾക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് ആറ്റമാണ്. നമ്മൾ ആദ്യം തന്നെ കെമിസ്ട്രിയാണ് പഠിച്ചു തുടങ്ങാനായിട്ട് പോകുന്നത്. കാരണമുണ്ട്. ഈ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി നല്ല പ്രാധാന്യമുള്ള പരീക്ഷകളാണ്. സയൻസ് സബ്ജക്റ്റുകൾക്ക് നല്ല പ്രാധാന്യമുള്ളതാണ് 10th ലെവൽ എക്സാമുകളെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കെമിസ്ട്രി തുടങ്ങാനായിട്ട് പോവുകയാണ്. കെമിസ്ട്രിയിലെ ആദ്യത്തെ ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത് ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്താണെന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് ആരാണ് രസതന്ത്രത്തിൻ്റെ പിതാവ്? കെമിസ്ട്രിയുടെ മലയാളമാണ് രസതന്ത്രം എന്ന് പറയുന്നത്. രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന അഡീഷണൽ പോയിന്റുകളെല്ലാം നിങ്ങൾ നോട്ടായിട്ട് എഴുതണം. രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് റോബർട്ട് ബോയിലാണ്. ഇതേ സമയം ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ലാവോസിയാണ് ആദ്യമായിട്ട് മൂലകങ്ങളെ ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട് എന്ന രീതിയിൽ രണ്ടായിട്ട് വർഗീകരിച്ചത് ലാവോസിയാണ്. അപ്പോൾ ലാവോസിയാണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ്. എന്നാൽ ആധുനിക ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പ്രഫുല്ല ചന്ദ്ര റേ ആണ്. അപ്പം 3 പോയിന്റുകൾ ഇപ്പോൾ തന്നെ പഠിച്ചു. രസതന്ത്രത്തിൻ്റെ പിതാവ് റോബർട്ട് ബോയിൽ, ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയ, ആധുനിക ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് പ്രഫുല്ല ചന്ദ്ര റേ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആറ്റം എന്താണെന്ന് നോക്കാം. എന്താണ് ആറ്റം എന്ന് പറയുന്നത്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണിക. ആ ഒരു പോയിന്റ് തന്നെയാണ് നിങ്ങൾ അറിയേണ്ടത്. രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് അല്ലേ? ഒരു പദാർത്ഥമുണ്ട്. ആ പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ കണിക ആ പദാർത്ഥത്തിൻ്റെ ഉള്ളിലുണ്ട്. രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഈ ആറ്റം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ആറ്റം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. അപ്പോൾ ഈ ഡാൾട്ടന് ഒരു അസുഖം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മൾ ബയോളജിക്കകത്ത് പഠിക്കുന്നതാണ് വർണ്ണാന്തത. അപ്പം ഈ അസുഖം ഡാൾട്ടൻ ഉള്ളത് കൊണ്ട് തന്നെ വർണ്ണാന്തതയെ ഡാൾട്ടനിസം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ആരാണ് അറ്റോമിക സിദ്ധാന്തം 1807 അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിലും ആരാണ്? ജോൺ ഡാൾട്ടൻ ആണ്. ഇപ്പോൾ തുടക്കക്കാർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് വളരെ സ്ലോ ആയിട്ടാണ് ക്ലാസ്സുകൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കാവുന്നതാണ്. അപ്പോൾ 1807 അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിലും ഡാൾട്ടനാണ്. ഈ ആറ്റം എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റം എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു ജോൺ ഡാൾട്ടൻ അദ്ദേഹത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തത്തിലും പറഞ്ഞത്. എല്ലാ പദാർത്ഥങ്ങളിലും ആറ്റമുണ്ട്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ആറ്റത്തെ വിഭജിക്കാൻ പറ്റത്തില്ല. അതുപോലെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റത്തില്ല എന്നൊക്കെ ആര് പറഞ്ഞു? ജോൺ ഡാൾട്ടൻ പറഞ്ഞു. അതുപോലെ അദ്ദേഹം പറഞ്ഞു, ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. അതായത് ഇപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു മൂലകമുണ്ട്. അപ്പോൾ ഓക്സിജൻ്റെ ആറ്റങ്ങളെല്ലാം തന്നെ എന്തായിരിക്കും? ഗുണത്തിലും ഓക്സിജൻ്റെ ഒരാറ്റം, ഓക്സിജൻ്റെ രണ്ടാമത്തെ ആറ്റം, ഇത് എല്ലാം എന്താണ്? ഗുണത്തിലും വലിപ്പത്തിലും മാസിലും ഒക്കെ എന്തായിരിക്കും? സമാനമായിരിക്കും. ഞാൻ വരച്ചു വന്നപ്പോൾ രണ്ട് സൈസിലായിപ്പോയല്ലേ? ഒരേ വലിപ്പമായിരിക്കും, ഒരേ ഗുണമായിരിക്കും, ഒരേ മാസമായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ വ്യത്യസ്ത മൂലകങ്ങളാണെങ്കിൽ ഒരു ഓക്സിജനും ഒരു നൈട്രജനും ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? പല സ്വഭാവമായിരിക്കും,
കാണിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത്? സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ 2 മൂലകങ്ങൾ നമുക്ക് എടുക്കാം, ഹൈഡ്രജനും ഓക്സിജനും. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടല്ലേ H2O ജലമുണ്ടാകുന്നത്. അപ്പോൾ ഇവിടുത്തെ അംശബന്ധം എത്രയാണ്? 1:2 1:2. അപ്പോൾ ആ ഒരു ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചൊരു സംയുക്തം ഉണ്ടായി. ഇതെല്ലാം ഞാൻ എന്താണ് പറയുന്നത്? ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തമാണ്. ഡാൾട്ടൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എല്ലാ മാറ്റങ്ങൾ കൊണ്ടുണ്ടാക്കി ആറ്റത്തെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ല, വിഭജിക്കാൻ പറ്റത്തില്ല. ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും മാസിലും ഒക്കെ ഒരുപോലെ ആയിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഗുണത്തിലും മാസിലും ഒക്കെ വ്യത്യസ്തത കാണിക്കും. അതുപോലെ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങൾ ആര് പറഞ്ഞു? നമ്മുടെ ഡാൾട്ടൻ പറഞ്ഞു എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ആറ്റം എന്നൊക്കെ പറഞ്ഞു. ഇനി ആറ്റത്തിൻ്റെ അകത്തേക്ക് നമുക്ക് വരണം. ആറ്റത്തിന് ചില മാതൃകകളുണ്ടായിരുന്നു. ആറ്റത്തിൻ്റെ മാതൃകകളാണ്, ഒന്നാമത്തേതാണ് ജെ തോംസൻ്റെ മാതൃക. ആറ്റത്തിന് ജെ തോംസൺ ഒരു മാതൃക പറഞ്ഞു. ഈ ജെ തോംസൺ എന്താണെന്ന് പറഞ്ഞതെന്ന് അറിയാമോ? ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഇതൊരു ആറ്റമാണെന്ന് വിചാരിച്ചോളാം. ഈ ആറ്റത്തിൻ്റെ മാസ് ഇങ്ങനെ മൊത്തത്തിൽ വിതരണം ചെയ്യപ്പെട്ട് കിടക്കുന്നു. ഇതിൽ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ തുല്യമായിട്ട് ഇങ്ങനെ വിന്യസിച്ചിരിക്കുന്നു. പോസിറ്റീവ് ചാർജ് തുല്യമായിട്ട് വിന്യസിച്ചിരിക്കുന്നു. ആറ്റം ഇങ്ങനെ കിടക്കുന്നു, അതിലും ഫുൾ മാസിനകത്ത് എന്താണ്? പോസിറ്റീവ് ചാർജ് ഒരുപോലെ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് ജെ തോംസൺ പറഞ്ഞത്. ഈ ജെ തോംസൻ്റെ മോഡലിനെയാണ് വാട്ടർ മെലൺ മോഡൽ എന്ന് പറയുന്നത്. വാട്ടർ മെലൺ മോഡൽ എന്നറിയപ്പെടുന്നത് ജെ തോംസൻ്റെ മാതൃകയാണ്. അതുപോലെ പ്ലം പുഡിംഗ് മോഡൽ, റൈസിൻ പുഡിംഗ് മോഡലൊക്കെ അതിൻ്റെ മറ്റു പേരുകളാണ്. ഒരു വാട്ടർ മെലൺ, ഒരു തണ്ണിമത്തൻ എടുത്ത ഓർത്തേ, ഒരു തണ്ണിമത്തൻ്റെ ആ ചുമപ്പ് ഭാഗം ഉണ്ടല്ലോ, അതെന്ന് പറയുമ്പോൾ ആറ്റത്തിൻ്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതിനകത്തൊരു കറുത്ത കുരുക്കളില്ലേ, അതാണ് നമുക്ക് ഈ പോസിറ്റീവ് ചാർജായിട്ട് എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വാട്ടർ മെലനുമായിട്ട് സാദൃശ്യപ്പെടുത്തി അദ്ദേഹം വാട്ടർ മെലൺ മോഡൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ റൂദർഫോർഡിൻ്റെ മാതൃകയാണ് സൗരയൂഥ മാതൃക എന്ന് പറയുന്നത്. റൂദർഫോർഡ് പറയുന്നത് നമ്മുടെ സൗരയൂഥത്തിനൊരു കേന്ദ്രമുണ്ടല്ലേ, സൗരയൂഥത്തിനൊരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. അതുപോലെ ആറ്റത്തിനും ഒരു കേന്ദ്രമുണ്ട്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. റൂദർഫോർഡിൻ്റെ മാതൃകയിൽ പറഞ്ഞു ആറ്റത്തിനൊരു കേന്ദ്രഭാഗമുണ്ട്, ന്യൂക്ലിയസ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ, അതുപോലെ ആറ്റത്തിൻ്റെ ഒരു കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. അതുപോലെ സൂര്യൻ്റെ ചുറ്റും ഗ്രഹങ്ങളിങ്ങനെ ചുറ്റുന്നത് പോലെ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റലുകളിൽ ഇലക്ട്രോണുകൾ പോകുന്നുണ്ട് എന്നാണ് ആര് പറഞ്ഞത്? റൂദർഫോർഡ് പറഞ്ഞത്. അപ്പോൾ റൂദർഫോർഡാണ് സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത്. നമുക്കിങ്ങനെ ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കും. ജെ തോംസൺ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലോൺ മോഡൽ. റൂദർഫോർഡിൻ്റേതാണ് എന്ത് മാതൃക എന്ന് പറയുന്നത്? സൗരയൂഥ മാതൃക എന്ന് പറയുന്നത്. ഇനി ഈ റൂദർഫോർഡിൻ്റെ മാതൃകയിൽ കുറേ പോരായ്മകളുണ്ടായിരുന്നു. അപ്പോൾ ഈ പോരായ്മകളെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഏത് മോഡൽ വന്നത്? ബോർ മോഡൽ എന്ന് പറയുന്ന മോഡൽ വന്നത്. ഇപ്പം നിലവിൽ അതിൻ്റെ പോരായ്മകളെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ട് വന്ന മോഡലാണ് ബോറിൻ്റെ ആറ്റം മാതൃക. ഈ ബോർ എന്താ പറഞ്ഞതെന്നറിയാമോ? ഒരു ആറ്റത്തിൻ്റെ ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റലുകളിലാണ്. അപ്പോൾ ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഇതിൻ്റെ ചുറ്റും എന്തുണ്ട്? ഇത് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഓർബിറ്റലുകളിൽ ഇങ്ങനെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. ഇങ്ങനെ ഇലക്ട്രോണുകൾ കറങ്ങുന്നുണ്ട്. ഈ ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്കൊരു എനർജി ഉണ്ട്. എല്ലാ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്കൊരു ഊർജമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷെല്ലുകളെ അദ്ദേഹം ഊർജ നിലകൾ എന്ന് വിളിച്ചു. അതുപോലെ അദ്ദേഹം പറഞ്ഞു ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് എന്തും കൂടും? ഷെല്ലുകളുടെ ഊർജ്ജവും കൂടും. അപ്പോൾ അത് കൺഫ്യൂഷൻ ആകാതെ പഠിക്കാൻ പറഞ്ഞേരും. ഇപ്പം നമ്മൾ ഒരു വീട്ടിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ കുറച്ച് ഹോസ്റ്റലിലൊക്കെ പോയി നിന്ന് പഠിക്കുമ്പോഴത്തേനും കുറച്ച് എനർജി കൂടുമല്ലേ, കൂട്ടുകെട്ടുകളൊക്കെ ആകുമ്പോഴത്തേനും അടിച്ച് പൊളിക്കാന്നൊക്കെ പറഞ്ഞ് പോവും. അപ്പോൾ ഈ ന്യൂക്ലിയസിനെ ഒരു വീടായിട്ട് എടുത്താൽ ന്യൂക്ലിയസിൽ നിന്ന് ഇങ്ങനെ പോകും തോറും എനർജി എന്ത് ചെയ്യും? കൂടി വരും. ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ആറ്റത്തിൻ്റെ ആ ഒരു സ്ട്രക്ചറിലേക്ക് വരികയാണ്. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ഒന്ന് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? പറയാനായിട്ട്
പോവുകയാണ്. ആറ്റത്തിനൊരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിന് എന്തുണ്ട്? ഒരു കേന്ദ്രഭാഗമുണ്ട്. ആ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റത്തിനൊരു കേന്ദ്രഭാഗം, അത് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൻ്റെ അകത്താണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉള്ളത്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉള്ളത് ഈ ന്യൂക്ലിയസിൻ്റെ അകത്താണ് എന്ന് അറിഞ്ഞിരിക്കുക. പ്രോട്ടോണിന് ഏത് ചാർജാണ്? ആറ്റത്തിനുള്ളിലെ കണങ്ങളാണ്, ആറ്റത്തിൻ്റെ കണങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ന്യൂക്ലിയസിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ പ്രോട്ടോണുകളുടെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. പ്രോട്ടോൺ പോസിറ്റീവ്, പഠിക്കാൻ എളുപ്പമല്ലേ? പ്രോട്ടോൺ പോസിറ്റീവ്. ന്യൂട്രോൺ നോ ചാർജ്. ന്യൂട്രോൺ നോ ചാർജാണ്. ഇനി ഇതിൻ്റെ ചുറ്റും എന്തുണ്ട്? ഓർബിറ്റലുകൾ അല്ലെങ്കിൽ ഷെല്ലുകളുണ്ട്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഷെല്ലുകൾക്ക് പേരൊക്കെ നമ്മളിടും കേട്ടോ, അത് നമുക്ക് പഠിക്കാനുണ്ട്. ഷെല്ലുകളുണ്ട്. ഈ ഷെല്ലുകളിലാണ് ആര് കറങ്ങുന്നത്? ഇലക്ട്രോണുകൾ കറങ്ങുന്നത്. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. ഇലക്ട്രോണുകൾക്ക് എന്താണുള്ളത്? നെഗറ്റീവ് ചാർജാണ് ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കുക. ഇലക്ട്രോണുകളുടെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ഷെല്ലുകൾക്ക് പേര് കൊടുക്കാനായിട്ട് പറ്റും. ഷെല്ലുകൾക്ക് പേര് കൊടുക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ ഷെല്ലാണ് കെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല് എൽ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല് എൻ ഷെല്ല്. ഇങ്ങനെ നമുക്ക് KLMN എന്ന് പറഞ്ഞിട്ട് നമുക്ക് പേരുകൾ കൊടുക്കാം. അപ്പോൾ ഈ നമുക്ക് ഇഷ്ടമുള്ളത്ര ഇലക്ട്രോണുകളെ ഒന്നും ഈ ഓരോ ഷെല്ലിലും കുത്തി നിറയ്ക്കാനായിട്ടും പറ്റത്തില്ല. ഓരോ ഷെല്ലിലും നിശ്ചിത എണ്ണം ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷനുണ്ട്. ഇക്വേഷനാണ് 2n² എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് ഈ ഷെല്ലിൻ്റെ നമ്പറാണ്. അതായത് നമ്മൾ ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2 × ഒന്നാമത്തെ ഷെല്ല് K ആണല്ലോ, 1ൻ്റെ സ്ക്വയർ. 2 × 1² എത്രയാണ്? 2 തന്നെയാണ് അല്ലേ? 2 ആണ്. അപ്പം K ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 2 എന്ന് അറിഞ്ഞിരിക്കുക. K ഷെല്ലിൽ 2 ഇലക്ട്രോണാണ് കൊള്ളുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഷെല്ല് കണ്ടുപിടിക്കാം. അടുത്ത ഷെല്ലിൻ്റെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2n² ആണ് ഇക്വേഷൻ. 2 × 2², 2 × 2² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2 × 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. 2 × 4 8 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുന്നത്. ഇതേപോലത്തെ നമ്മൾ മൂന്നാമത്തെ ഷെല്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഈ 2² മാറ്റി 3² ആക്കി കൊടുത്താൽ മതി. 3² 9 ആണ്. 9 × 2 18 ഇലക്ട്രോണുകളാണ് മൂന്നാമത്തെ ഷെല്ലിൽ കൊള്ളുന്നത്. നാലാമത്തെ ഷെല്ലിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ 3 എന്നുള്ളത് മാറ്റിയിട്ട് എത്ര ആക്കി മാറ്റണം? 4 ആക്കി മാറ്റണം. അപ്പോൾ 2 × 4², 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്. 16 × 2 32 ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ K ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ, L ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ, M ഷെല്ലിൽ 18 ഇലക്ട്രോണുകൾ, എന്നിൽ എത്രയാണ്? 32 ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ നമ്പർ നിങ്ങൾ കാണാതെ പഠിക്കുക. ഇനി നമുക്ക് എന്തെഴുതാൻ പഠിക്കണം? ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് പഠിക്കണം. ഓരോന്നിലും എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്നറിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, സോഡിയം എന്ന് പറയുന്ന ഒരു മൂലകം, സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ 11 ആണ്. എന്താണ് ഈ അറ്റോമിക നമ്പർ? പ്രോട്ടോണിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ നമ്പർ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി എന്താണ് മാസ് നമ്പർ എന്ന് പറയുന്നത്? പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? മാസ് നമ്പർ കിട്ടുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസമാണ് നമുക്ക് എഴുതാനായിട്ട് ഉള്ളത്. അപ്പോൾ സോഡിയം ആകെ 11 ഉള്ളത്. അപ്പോൾ നമ്മൾ K ഷെല്ലിൽ 2 കൊള്ളും. ആ 2 ഇട്ടു. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? ആകെ നമുക്ക് 11 ഉള്ളത്. ബാക്കിയുള്ള ഇലക്ട്രോണുകളെ നമുക്ക് എന്ത് ചെയ്യണം? 9 നമുക്ക് നിറയ്ക്കണം. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലായ L ഷെല്ലിൽ നമുക്ക് 9 കൂടി ഇടാൻ പറ്റത്തില്ല. അവിടെ ആകെ എത്ര എണ്ണേ പറ്റത്തുള്ളൂ? 8 ഇടാൻ പറ്റൂ. 8 ഇട്ടു. 8ഉം 2ഉം 10 ഇനി ഒരെണ്ണവും കൂടെ ഉണ്ട്. 2 8 1. എങ്ങനെയുണ്ട്? 2 8 1. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ഇലക്ട്രോൺ വിന്യാസം ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് സബ് ഷെല്ലുകളുണ്ട്. നമുക്കിനി ചോദിക്കാൻ ചാൻസ് ഉള്ളത് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ്. ഈ ഷെല്ലിൻ്റെ അകത്ത് സബ് ഷെല്ലുകളുണ്ട്.
ഷെല്ലിൻ്റെ അകത്ത് എന്തുണ്ട്? സബ് ഷെല്ലുകളുണ്ട്. അപ്പോൾ കെ എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, എസ്. നമുക്ക് 4 സബ് ഷെല്ലുകളാണ് പഠിക്കാനുള്ളത്. എസ്, പി, ഡി, എഫ്. എസ്, പി, ഡി, എഫ്. അപ്പോൾ കെ എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, അതേതാണ്? എസ് ആണ്. അപ്പോൾ എൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ലുണ്ട്, എസ്സും ഉണ്ട് പിയും ഉണ്ട്. അടുത്ത എം എന്ന് പറയുന്ന മൂന്നാമത്തെ ഷെല്ലിൽ എസ്സും പിയും ഡിയും ഉണ്ട്. എന്നിൽ അപ്പം എത്ര എണ്ണം കാണും? 4 എണ്ണം കാണും. എസ്, പി, ഡി, എഫ്, ഈ 4 എണ്ണവും എന്നിനകത്ത് കാണും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇനി സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുമെന്ന് നമ്മൾ അറിയണ്ടേ? സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളുമെന്ന് നമുക്ക് അറിയണ്ടേ? അപ്പോൾ അത് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. നമ്മൾ ഷെല്ല് പഠിച്ചെങ്കിൽ സബ് ഷെല്ല് പഠിക്കാവുന്നേ ഉള്ളൂ. കാരണം കേക്കകത്ത് നമ്മൾ പഠിച്ചു 2 ഉള്ളൂ. അപ്പോൾ അതിൽ ഒരു സബ് ഷെല്ലേ ഉള്ളൂ. അപ്പോൾ എസ്സിനകത്തും എത്ര തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. എസ്സിനകത്തും 2 തന്നെയായിരിക്കും. ഇനി നമ്മൾ എല്ല് പഠിച്ചു. എല്ലിനകത്ത് 2 സബ് ഷെല്ലുണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ? എസ്സും ഉണ്ട് പിയും ഉണ്ട്. അപ്പോൾ എല്ലിനകത്ത് ആകെ 8 എണ്ണമാണ് കൊള്ളുന്നത്. അപ്പോൾ എസ്സിൽ നമ്മൾ 2 പഠിച്ചു. ആ 2 എസ്സിലിട്ടാൽ ബാക്കി എത്രയേ ഉള്ളൂ? 6 ആണ്. അപ്പോൾ പിക്കകത്ത് എത്രയാണ് ഉൾക്കൊള്ളുന്നത്? 6 എണ്ണമാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ എസ് സബ് ഷെല്ലിൽ 2 എണ്ണം, പിക്കകത്ത് 6 എണ്ണം. അടുത്ത് നമ്മൾ കെ എൽ എം പഠിച്ചു. എം എന്ന് പറയുന്ന ഷെല്ലിനകത്ത് നമുക്ക് 3 സബ് ഷെല്ലുകളുണ്ട്. എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. അപ്പോൾ എസ്സിൽ ഓൾറെഡി 2 എന്ന് പഠിച്ചു. പിയിൽ എത്ര എന്ന് നേരത്തെ പഠിച്ചു? 6 എന്ന് പഠിച്ചു. അപ്പോൾ ഇനി എത്രയാണ് വരുന്നത്? എമ്മിൽ നമ്മൾ ആകെ എത്ര എണ്ണോ പഠിച്ചേ? 18 എണ്ണമല്ലേ പഠിച്ചേ? 18 എണ്ണമല്ലേ പഠിച്ചേ? അപ്പോൾ 6ഉം 2ഉം 8ആയി. ഇനി 18 ആവണമെങ്കിൽ 10 എണ്ണവും കൂടെ വേണം. 10 എണ്ണവും കൂടെ വേണം. അപ്പോൾ ഡിക്കകത്ത് എത്രയാണ് ഉൾക്കൊള്ളുന്നത്? 10 ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? പഠിക്കാനായിട്ട് പറ്റും. അപ്പം ഇതും കൂടെ നിങ്ങൾ പഠിക്കുക. ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ ആയിട്ട് പഠിക്കുക. എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്നു. പി സബ് ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്നു. ഡി സബ് ഷെല്ലിൽ 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്നു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, എഫ് അല്ലേ? എഫ് സബ് ഷെല്ലിൽ എത്രയാണ്? 14 എണ്ണം ഉൾക്കൊള്ളുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് പഠിക്കാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു 4 വെച്ച് കൂട്ടിപ്പോയാൽ മതി. ഒരു +4 വെച്ച് കൂട്ടിപ്പോയാൽ മതി. നോക്കിയേ, എസ്സിനകത്ത് 2 ആണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 4 കൂട്ടുമ്പോഴത്തേനും പിക്കകത്ത് എത്ര ആകും? 6 ആവും. ഡിക്കകത്ത് വീണ്ടും 6ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 10. എഫ് ആകുമ്പോഴത്തേനും എത്ര ആവും? 14 ആവും. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഷെല്ലിലും സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും എന്ന് പഠിച്ചിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറ്റൂ. നേരത്തെ നമ്മൾ ഷെല്ലിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 എന്നൊക്കെ പഠിച്ചില്ലേ? അതുപോലെ നമുക്ക് എന്തും പഠിക്കണം. സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസവും പഠിക്കണം. അപ്പോൾ ഈ സബ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ സബ് ഷെല്ലുകളിൽ ഊർജ്ജം കൂടി വരുന്ന ക്രമമുണ്ട്. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് അതിനകത്ത് ഇലക്ട്രോണുകളെ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ആ ഊർജ്ജം കൂടി വരുന്ന ക്രമം എന്ത് ചെയ്യണം? പഠിക്കണം. ആ ഊർജ്ജം കൂടി വരുന്ന ക്രമം നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. പറഞ്ഞു തരട്ടെ. ഊർജ്ജം കൂടി വരുന്ന ക്രമം സബ് ഷെല്ലുകളിൽ ആദ്യമായിട്ട് ഇലക്ട്രോണുകൾ നിറയ്ക്കുന്നത് 1s ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, എസ്. 1s നിറച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത് 2s പോകും. അപ്പം നമ്മൾ രണ്ടാമത്തതിനകത്ത് എസ്സും പഠിച്ചു, പിയും പഠിച്ചു. അപ്പോൾ 2 എണ്ണം എഴുതണം. 2s 2p. 2s 2p കഴിഞ്ഞ് ഇനി നേരെ എങ്ങോട്ട് പോകും? 3s പോകും. 3s ഇലക്ട്രോൺ നിറയും, 3pയിൽ ഇലക്ട്രോൺ നിറയും. അതിനുശേഷം ഒരു ചെറിയ വേരിയേഷനുണ്ട്. അടുത്തത് സ്വാഭാവികമായിട്ടും 3s 3p 3d ആണ് വരേണ്ടത്. പക്ഷേ 4sനാണ് അതിനേക്കാട്ടിലും എനർജി കുറവ്. അത് കഴിഞ്ഞിട്ടാണ് 3d വരുന്നത്. അതിനുശേഷം എന്താണ് വരുന്നത്? 4p 5s. ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. നമ്മളൊരു 10th ലെവൽ എക്സാമിന് പഠിക്കുമ്പോൾ അത്രയെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. അത്രയൊക്കെ ആയിരിക്കും ഏകദേശം ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞേ: 1s 2s 2p 3s 3p 4s കഴിഞ്ഞിട്ട് 3d ആണ്. 3d then 4p 5s. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു ഊർജ്ജം കൂടി വരുന്ന ക്രമം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ നേരത്തെ സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സോഡിയത്തിൻ്റെ തന്നെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ 1-2 എക്സാമ്പിളുകൾ എഴുതി കാണിക്കുന്നേ ഉള്ളൂ. എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമിൻ്റെ രൂപം തരുമ്പോഴത്തേനും നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ആഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങളതിന് വേണ്ടി ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ 1ാമത്തെ കമൻറ്റിൽ കൊടുത്തേക്കും.
അതിനകത്തൊന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമുകളും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾ എഴുതിയെടുത്തുകൊള്ളുക. റാങ്ക് ഫയലൊന്നും ഇല്ലാത്തവർ വിഷമിക്കേണ്ട. നമുക്ക് ഒരുമിച്ച് VFA എക്സാം നേടിയെടുക്കാനായിട്ട് ഉള്ള പ്രിപ്പറേഷൻസിലാണ് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? സോഡിയം അല്ലേ, സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണെന്ന് നമ്മൾ പഠിച്ചല്ലോ. ഈ 11നെ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം 1s എന്ന് എഴുതി. 1sലാണല്ലോ ആദ്യം നിറയുന്നത്. 1sൽ എത്ര എണ്ണം ഇടുന്നു നമുക്കറിയാം. എസ്സിൽ എത്ര എണ്ണം ഇടുന്നേ? 2 എണ്ണം. എസ് 1s ആയാലും 2s ആയാലും ഒക്കെ എസ്സിൽ എത്ര ഇടൂ? 2 ഇടൂ. 2 എണ്ണം ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത നേരെ 2s, 1s കഴിഞ്ഞ് 2sനകത്താണ് പോകുന്നത്. ഇത് എഴുതുമ്പോഴത്തേനും നടുക്ക് കോമയും കുത്തും ഒന്നും കൊടുക്കണ്ട കേട്ടോ. അടുത്തടുത്തങ്ങ് എഴുതി പോയാൽ മതി, ഇച്ചിരി സ്പേസ് ഇട്ട്. രണ്ടാമത്തെ എസ്സിലും 2 എണ്ണം കൊടുത്തു. 2 2 4ആയി. കൂട്ടിയിരിക്കണം, 11 വരെ എഴുതിയാൽ മതി. അടുത്ത 2p. 2pക്കകത്ത് എത്ര? പിക്കകത്ത് 6 എണ്ണം നമുക്ക് കൊടുക്കും. 6 എണ്ണം കൊടുക്കേണ്ട ആവശ്യമുണ്ട്, എന്നാലേ നമുക്ക് ഈ 11 എണ്ണം വേണമല്ലോ. അപ്പോൾ ഇത്രയായി. 2ഉം 2ഉം 4, 6ഉം 10ആയി. അപ്പം 10 എണ്ണമായി. ഇനി ഒരെണ്ണവും കൂടെ മതി. അടുത്ത 2p കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? 3s. 3sൽ ഒരെണ്ണവും കൂടെ കയറിയാൽ ക്ലിയറായി. അപ്പോൾ സോഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? 1s2, 2s2, 2p6, 3s1. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് എഴുതുന്നത്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ പഠിച്ചത്. ഇലക്ട്രോൺ വിന്യാസം, അതായത് ആറ്റം, അതുപോലെ ആറ്റത്തിൻ്റെ കാര്യങ്ങൾ, ആറ്റത്തിൻ്റെ ആ ഒരു മാതൃകയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യും? ഇനി വരുന്ന ഓരോ ക്ലാസ്സുകളിലായിട്ട് ആഡ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതുപോലെ ഈ ഒരു ആറ്റത്തിൻ്റെ മൗലിക കണങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. അത് കണ്ടുപിടിച്ച ആൾക്കാരെയും കൂടി ഒന്ന് പറഞ്ഞിരിക്കുക. ആറ്റം കണ്ടുപിടിച്ചത് നമ്മൾ ഡാൾട്ടനാണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റൂദർഫോർഡാണ് പ്രോട്ടോൺ. അതും കൂടി ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ആകുമ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ അങ്ങ് കഴിയും. റൂദർഫോർഡാണ് പ്രോട്ടോൺ കണ്ടെത്തിയത്. ന്യൂട്രോൺ കണ്ടെത്തിയത് ചാഡ്വിക് ആണ്, ജെയിംസ് ചാഡ്വിക്. ജെയിംസ് നിങ്ങൾ എഴുതിയെടുത്തോണം കേട്ടോ, നമുക്കിത് എഴുതുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ജെയിംസ് ചാഡ്വിക് ആണ് എന്ത് ചെയ്യുന്നത്? ന്യൂട്രോൺ കണ്ടെത്തിയത്. ജെ തോംസൺ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തോംസൺ ആണ് എന്ത് കണ്ടെത്തിയത്? തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. ഈ പ്രോട്ടോൺ കണ്ടെത്തിയ റൂദർഫോർഡ് തന്നെയാണ് ന്യൂക്ലിയസും കണ്ടെത്തിയത്. ആറ്റം കണ്ടുപിടിച്ചത് ആരായിരുന്നു? ജോൺ ഡാൾട്ടൺ ആണ്. അപ്പോൾ ആ കാര്യവും കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളൊന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇനിയും കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിന് മെമ്പർ ആവുക. ഉറപ്പായിട്ടും നിങ്ങൾ ഫസ്റ്റ് റാങ്കിൽ തന്നെ ഉണ്ടായിരിക്കും, ഞാൻ ഉറപ്പ് തരുന്നു. താങ്ക്